ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ് ഇൻട്രാക്ഷൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. സോ ഇത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻട്രാക്ഷൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻട്രാക്ഷൻസ് ആണ്. മാക്സിമം പറ്റുന്നതൊക്കെ പഠിക്കുക, കാര്യം നമുക്ക് ഫാർമക്കോളജിലും ഒരേപോലെ ഉപയോഗമുള്ളതാണ്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രാക്ഷൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ബൗണ്ട് ഡ്രഗ് മീൻസ് ഫിനറ്റോയിനോ മെത്തോട്രിക്സേറ്റോ ഡിജോക്സിനോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ സോഡിയം വാൽപ്രേറ്റ്, NSAID, ആസ്പിറിൻ ഒക്കെ, അതായത് നമ്മൾ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസിങ് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ബൗണ്ട് ഡ്രഗിനെ പകരം മാറ്റിയതിന് ശേഷം ഒരു ടോക്സിക് എഫക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്റ്റ് തരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ എക്സാമ്പിൾ ഫിനറ്റോയിൻ എന്ന് പറഞ്ഞ ഡ്രഗ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ അതിൻ്റെ കൂടെ സോഡിയം വാൽപ്രേറ്റും കൂടെ തരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക, ഫിനറ്റോയിൻ ടോക്സിറ്റി ഉണ്ടാവുകയും അങ്ങനെ ഫിനറ്റോയിൻ മെറ്റബോളിസം കുറയുകയുമാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എഫക്റ്റുകൾ വായിച്ച് തന്നെ കാര്യം മനസ്സിലാവും കേട്ടോ. അതേപോലെ ഞാൻ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. മെത്തോട്രിക്സേറ്റ് ആണെങ്കിൽ ആസ്പിറിൻ കൊടുക്കുകയാണെങ്കിലോ മെത്തോട്രിക്സിന് ടോക്സിറ്റി ഉണ്ടാകുന്നു. ഡിജോക്സിൻ ആണെങ്കിലോ അതിനോട് ക്യൂനഡിൻ കൊടുക്കുകയാണെങ്കിൽ ഡിജോക്സിൻ എന്ത് ചെയ്യുന്നു, റിപ്ലേസ് ചെയ്യുന്നു, പകരം എന്ത് ചെയ്യുന്നു, അവിടെ ടിഷ്യൂ ബൈൻഡിങ്ങിലുള്ളതൊക്കെ മാറ്റിയ ശേഷം ഡിജോക്സിൻ ടോക്സിറ്റി ഉണ്ടാകുന്നു. സൾഫണൽ യൂറി ആണെങ്കിലോ സൾഫണമൈഡ് കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, വാർഫാറിൻ, NSAID എക്സെപ്റ്റ് പാരസ്റ്റമോൾ ആണെങ്കിൽ ഹെമറേജ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഓരോ കോളം ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മെറ്റാബോളിസം ഇൻട്രാക്ഷനിൽ എൻസൈം ഇൻഡ്യൂസസ് മെറ്റബോളിസം ഓഫ്, അതായത് എൻസൈം ഇൻഡ്യൂസ് ഉണ്ട്, അത് ഏതിൻ്റെ മെറ്റബോളിസമാണ് കൂട്ടുന്നത് അതിൻ്റെ എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ എൻസൈം ഇൻഹിബിറ്റേഴ്സും ഇൻഡ്യൂസേഴ്സിനെയും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, കോഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പ തരത്തിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് റെഫർ ചെയ്യുക. ഇനി കോമ്പറ്റേറ്റീവ് ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൻസൈംസ് ഏതൊക്കെയാണ്, എൻഡോജിനസ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതും വായിച്ച് പഠിക്കാം. ഇനി നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ അസ്റ്റസോളമൈഡ്, ആസ്പിറിൻ, ഡൈസൾഫിറം, ഒമിപ്രസോൾ, ഡിജോക്സിൻ, തിയോഫിലിൻ, പ്രൊപ്പൈൽ തയോയുറാസിൽ, സ്റ്റാറ്റിൻ, അതാണെങ്കിൽ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എക്സ്ക്രീഷൻ സമയത്ത് നടക്കുന്ന ഇൻട്രാക്ഷൻസുകൾ, ഇപ്പോൾ ഡ്രഗ്സുകളും അതേപോലെ ആ ഡ്രഗിൻ്റെ എക്സ്ക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കാരണമായത് ഏതൊക്കെയെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻസ് ആണ്. സോ ഈ ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിറക്റ്റ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ ഉണ്ട്, അതായത് ഇൻ വിച്ച് ഡ്രഗ് ഹാവിംഗ് സിമിലർ ഓർ ഒപ്പോസിംഗ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ആർ യൂസ്ഡ് കൺകറന്റ്ലി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ ഒരു ഡ്രഗിന് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നോർമലി ഒരു ഡ്രഗ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ കൊടുക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഡിറക്റ്റ് ആയിട്ട് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഇനി അവിടെ തന്നെ അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ഉണ്ട്. സോ നമ്മൾ ഓൾറെഡി അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് പഠിച്ചതാണ്. സോ അഗോണിസ്റ്റ് എന്താണ്, അഗോണിസ്റ്റ് ഇസ് എനി മോളിക്യൂൾ വിച്ച് ഹാവ് എ ഹൈ അഫിനിറ്റി ടു ഫോർ ഇറ്റ്സ് ടാർജറ്റ് ഓർ റിസപ്റ്റർ. അതിന് ടാർജറ്റിലോ അല്ലെങ്കിൽ റിസപ്റ്ററിലേക്കോ ഹയർ ആയിട്ട് എന്ത് കാണും, അഫിനിറ്റി കാണുക എന്നുള്ളതിനാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് പറയാം. സോ അതാണ് അഗോണിസ്റ്റ്. എന്താണ് അഗോണിസ്റ്റ് എന്നൊരു ടാർജറ്റിലേക്ക് അല്ലെങ്കിൽ റിസപ്റ്ററിലേക്ക് നല്ല പോലെ അഫിനിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് 2 കിട്ടണം എന്നുള്ളത് പോലെ അല്ലേ. നെക്സ്റ്റ്, ഇഫ് അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് 100% ഓഫ് ദ എഫക്റ്റ് ഓഫ് 1+ ഇൻട്രിൻസിക് ആക്ടിവിറ്റീസ് നോൺ ആസ് ഫുൾ അഗോണിസ്റ്റ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇഫ് അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് 100% ഓഫ് എഫക്റ്റ്, അഗോണിസ്റ്റ് 100% എഫക്റ്റ് തരുന്നു ഓഫ് +1 ഇൻട്രിൻസിക് ആക്ടിവിറ്റി. എന്താണ് +1 ഇൻട്രിൻസിക് ആക്ടിവിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫുൾ അഗോണിസ്റ്റ്. 2, 0 എഫക്റ്റ് ആണ്, ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയും. സോ +1 ആണെങ്കിൽ ഫുൾ അഗോണിസ്റ്റ്, 0 ആണെങ്കിൽ ആൻറ്റഗോണിസ്റ്റ്. ഈ രണ്ട് കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സോ അത് തന്നെയാണ്. സോ അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നുണ്ട്. അത് ഇനി പാർഷ്യൽ അഗോണിസ്റ്റ് ആണ്. അതായത് ഇപ്പം പാർഷ്യൽ ഇൻട്രിൻസിക് എഫക്റ്റ്, അതായത് 0 മുതൽ 1 വരെയാണ് എന്നുണ്ടെങ്കിൽ പാർഷ്യൽ അഗോണിസ്റ്റ് ആയിരിക്കും. ഇനി സോ പാർഷ്യൽ അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് സബ് മാക്സിമൽ ഓർ ലോ ഇൻട്രിൻസിക് ആക്ടിവിറ്റി. സബ് മാക്സിമൽ വെച്ചാൽ മാക്സിമം ഒന്നും പോവില്ല, ഒരു പകുതി എഫക്റ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു കുറഞ്ഞ എഫക്റ്റ് ആയിരിക്കും തരിക എന്നുള്ളതാണ്. ഇത് കാണാതെ അങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. അധികം കാര്യമായിട്ടൊന്നും തന്നെ ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാക്കി മാത്രം പോയാൽ മതി. ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ് -1 ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഓർ ഓപ്പോസിറ്റ് എഫക്റ്റ് ഇസ് നോൺ ആസ് ഇൻവേഴ്സ് അഗോണിസ്റ്റ്. ഒന്നുകിൽ -1 ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് എഫക്റ്റ് ആണെങ്കിൽ എന്താണ്, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ്. സോ അഗോണിസ്റ്റ് പറഞ്ഞു അഫിനിറ്റി ഉണ്ടായിരിക്കും. 100% +1 ഇൻട്രൻസിക് ആക്ടിവിറ്റി ആണെങ്കിൽ ഫുൾ അഗോണിസ്റ്റും, ഇനി 0 ആണെങ്കിൽ ആന്റഗോണിസ്റ്റും, 0 to 1 ആണെങ്കിൽ പാർഷ്യൽ അഗോണിസ്റ്റും, ആൻഡ് ലോവർ അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. -1 ആണെങ്കിൽ എന്ത് ഇൻട്രൻസിക് എഫക്റ്റ് എങ്കിൽ ഇൻവേഴ്സ് അഗോണിസ്റ്റും ആണ്. എളുപ്പമല്ലേ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ആന്റഗോണിസ്റ്റ് ആണ്. ആന്റഗോണിസ്റ്റിന്റെ എക്സാമ്പിൾ വെച്ചാൽ പറയാൻ പോകുന്നത്, എക്സാമ്പിൾ ആക്ടിവേറ്റ് ചാർക്കോൾ പറയാൻ പോവാണ്. ഫിസിക്കൽ ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ ബൈൻഡ് വിത്ത് അഗോണിസ്റ്റ് ആൻഡ് പ്രിവെന്റ് ഇറ്റ് ആക്ടിവിറ്റി ബൈ ഫിസിക്കൽ ബോണ്ട്. അപ്പോൾ ഈ ചാർക്കോൾ എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ആക്ടിവിറ്റീനെ പ്രിവെന്റ് ചെയ്യുന്നു. ഫർദർലി എന്ത് ചെയ്യില്ല, പോയിസൺ നമ്മളെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫിസിക്കലി പോയി എന്ത് ചെയ്യുന്നു, ആ പോയിസൺ അബ്സോർബ് ചെയ്യുന്നത് പോലെ. ഇനി കെമിക്കൽ ആന്റഗോണിസ്റ്റ് ആണെങ്കിലോ ബൈൻഡ് ടു അഗോണിസ്റ്റ്, അഗോണിസ്റ്റായിട്ട് ബൈൻഡ് ചെയ്യും വിത്ത് കെമിക്കൽ ബോണ്ട് ആൻഡ് പ്രിവെന്റ് ആക്ഷൻ. ഇവിടെ കെമിക്കൽ ബോണ്ട് ആയിരിക്കും, ഫിസിക്കൽ അല്ല, കെമിക്കൽ ബോണ്ട് ആയിരിക്കും, ആക്ഷൻ കുറയ്ക്കുന്നു. ഇനി അന്റാസിഡ് ആണെങ്കിലോ എങ്ങനെയാ ചെയ്യുക, നമ്മുടെ HCl ഉണ്ട്, അതിൻ്റെ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വരുന്നു അല്ലേ. ദി ആർ ബേസിക് മോളിക്യൂൾ ബൈൻഡ് വിത്ത് HCl പ്രസന്റ് ഇൻ സ്റ്റൊമക്ക്. കണ്ടോ, അപ്പോൾ ആന്റഗോണിസ്റ്റുകൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ തന്നതാണ്. അതായത് ഏതാണോ നമ്മുടെ അഗോണിസ്റ്റ് അതുമായി ആന്റഗോണിസ്റ്റ് പോയി അറ്റാച്ച് ആയിട്ട് ഒന്നുകിൽ കെമിക്കലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ എന്ത് ചെയ്യും, അതിൻ്റെ ആക്ഷനെ കുറയ്ക്കുമായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ, കാര്യം മനസ്സിലായില്ല എന്താണ് ആന്റഗോണിസ്റ്റ് എന്ന്. സോ ആന്റഗോണിസ്റ്റ് മെക്കാനിസം ആണ് ഹെപ്പാരിൻ vs protamine. So protamine is an antidote that bind to and neutralize the anticoagulant effect of heparin. So ഹെപ്പാരിൻ്റെ ആന്റികോയാഗുലന്റ് എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് എന്ത്, പ്രോട്ടാമൈൻ. ഇനി ആന്റിബോഡി ആൻഡ് ആന്റിജൻ റിയാക്ഷൻ ഉണ്ട്. ആന്റിബോഡി ക്യാൻ ആക്ട് ആസ് ആൻ ആന്റഗോണിസ്റ്റ് ബൈ ബൈൻഡിങ് ടു എ ന്യൂട്രലൈസിങ് എഫക്ട് ഓഫ് ദിയർ ടാർഗറ്റ് ആന്റിജൻ. അപ്പോൾ എന്ത് ചെയ്യാം, ആന്റിബോഡികൾക്ക് എന്ത് ചെയ്യാം, ആന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ആക്ട് ചെയ്യുക, ബൈ ബൈൻഡിങ് ടു ആൻ ന്യൂട്രലൈസിങ് ദ എഫക്ട് ഓഫ് ദ ടാർഗറ്റ് ആന്റിജൻ. അപ്പോൾ എന്താണോ ആന്റിബോഡിയുടെ ടാർഗറ്റ് ആന്റിജൻ അതിനെ എന്ത് ചെയ്യുന്നു, നേരെ ബൈൻഡ് ചെയ്ത് നിന്നിട്ട് ന്യൂട്രലൈസേഷൻ എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. സോ ആന്റിബോഡി ആന്റിജൻ റിയാക്ഷൻ ഒന്നും കൂടെ പറയാം. ആന്റിബോഡി എന്ത് ചെയ്യുന്നു, ആന്റിബോഡി ആന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതെങ്ങനെ ചെയ്യുന്നു, ബൈ ബൈൻഡിങ് ടു എ ന്യൂട്രലൈസിങ് എഫക്റ്റ് അല്ലെ, ബൈൻഡിങ് ടു ആൻഡ് ന്യൂട്രലൈസിങ് ദ എഫക്റ്റ് ഓഫ് ടാർഗറ്റ് ആന്റിജൻ. ഏതാണോ ടാർഗറ്റ് ആന്റിജൻ അവിടെ പോയിട്ട് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ എഫക്റ്റുകൾ കൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളടുത്തേക്ക് പോവാണ്, ഞാൻ വന്ന് നിങ്ങൾ തടസ്സപ്പെടുത്തുവാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയും, ആ ഒരു പരിപാടി തന്നെ. ഇനി നെക്സ്റ്റ് വൺ ഈ സുഗാമ ഡെക്സ് ആണ്. സോ സുഗാമ ഡെക്സ് എന്ന് പറയുന്നത് ഒരു ആന്റിഡോട്ട് ആണ്. സോ അതൊരു റിവേഴ്സ് ചെയ്യുന്ന, അതായത് ന്യൂറോ മസ്കുലർ ബ്ലോക്കേജിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ബേസിക്കലി റൊക്കുറോണിയം ആൻഡ് വെക്രോണിയം എന്ന് പറയുന്ന 2 ജനറൽ അനസ്തെറ്റിക്സ് ഉണ്ട്. സോ അത് കാരണം ഉണ്ടാകുന്ന സ്കെലറ്റൽ മസിൽ റിലാക്സൻസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിഡോട്ടാണ് ആര്, സുഗാമ ഡെക്സ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് വർക്ക് ബൈ എൻകാപ്സുലേറ്റിംഗ് ആൻഡ് ഇനാക്ടിവേറ്റിംഗ് ദീസ് ഡ്രഗ്സ്. സോ എന്ത് ചെയ്യുന്നു, ഈ ഡ്രഗുകളെ പോയിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യുന്നു, പുറത്തൊരു കോട്ടിംഗ് പോലെ കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സുഗാമ ഡെക്സ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ, ഓക്കെ അല്ലേ. ഇനി ഫിസിയോളജിക്കൽ ആന്റിഡോട്ട് ആണ്. സോ ഫിസിക്കൽ ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ബൈൻഡ് വിത്ത് അഗോണിസ്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യില്ല, റാദർ പ്രൊഡ്യൂസ് ദ ഓപ്പോസിറ്റ് എഫക്ട് ബൈ ബൈൻഡിങ് ടു എ ഡിഫറെൻറ്റ് ടാർഗറ്റ് ഓർ ഡിഫറെൻറ്റ് റിസപ്റ്റർ. ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് ടാർഗറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസപ്റ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഇതെല്ലാം ഫാർമക്കോളജിൻ്റെ ബേസിക്സ് ഞാൻ പഠിപ്പിച്ചതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. ആൻഡ് ഹിസ്റ്റമിൻ ആക്ട് ഓൺ H1 റിസപ്റ്റർ ഇൻ ദ ബ്രോങ്കസ് ആൻഡ് പ്രൊഡ്യൂസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. And adrenaline act on beta-2 receptor on bronchus and produce bronchodilation. അപ്പോൾ അതേപോലെ തന്നെ ഹിസ്റ്റമിൻ്റെ കാര്യം, ഹിസ്റ്റമിൻ H1 റിസപ്റ്ററിൽ പോയിട്ട് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി അഡ്രനലിൻ എന്ത് ചെയ്യുന്നു, ബീറ്റ-2 റിസപ്റ്ററിൽ പോയിട്ട് ബ്രോങ്കോ ഡൈലേഷൻ ഉണ്ടാക്കുന്നു. കണ്ടോ, രണ്ടാണ്, ഒന്ന് ബ്രോങ്കോ കൺസ്ട്രക്ഷനും ഒന്ന് ബ്രോങ്കോ ഡൈലേഷനുമാണ്. സോ ഇന്ന് ബീറ്റ പോയിട്ട് ബ്രോങ്കോ ഡൈലേഷൻ ഉണ്ടാക്കുന്നു, H1 പോയിട്ട് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി കാൽസിട്രോൺ പ്രൊഡ്യൂസ് ഹൈപ്പോകാൽസീമിയ. കാൽസിട്രോൺ എന്ത് ചെയ്യുന്നു, ഹൈപ്പോകാൽസ്യമി ഉണ്ടാക്കുന്നു. എന്നാൽ പാരത്തൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നു, ഹൈപ്പർ കാൽസ്യമി ഉണ്ടാക്കുന്നു. കേട്ടോ, രണ്ടും 2 സാധനങ്ങളാണ്, രണ്ടും ഉണ്ടാക്കുന്ന 2 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്, പക്ഷേ സെയിം ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ് എന്തായാലും. ഇനി ഇൻസുലിൻ വേസ്
ഗ്ലൂക്കോജൻ ആണ്. സോ ഇൻസുലിൻ ഗ്ലൂക്കോജനും പോലെയൊക്കെ. അപ്പം ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് നോക്കി വെക്കുക. ഫിസിയോളജിക്കൽ ആൻഡോട്ടാണ്. സോ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോവും. സോ അതുകൊണ്ട് ജസ്റ്റ് എക്സാമ്പിൾസുകൾ നന്നായിട്ട് നോക്കി തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. സോ എന്തൊക്കെ പറഞ്ഞു, ഫിസിയോളജിക്കൽ ആൻഡോട്ടിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ അഗോണിസ്റ്റോട്ട് ബൈൻഡ് ചെയ്യേയില്ല, ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ എന്താ പറഞ്ഞാൽ β2 പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡൈലേഷൻ, പിന്നെ H1 പോയിട്ട് എന്താ, കൺസ്ട്രിക്ഷൻ. കാരണം രണ്ടാണ്, എവിടെയോ പോയി ആക്ട് ചെയ്യുന്നു, എന്നിട്ടൊന്നു ആക്ഷൻ ഡിഫറൻറ്റ് കൊടുക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാർമക്കോളജിക്കൽ അൻറ്റഗോണിസ്റ്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഇവരെ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ബ്ലോക്കേഴ്സ് ആണ്. ഡയറക്റ്റ്ലി പോയി ടാർഗറ്റ് പോയി ബ്ലോക്ക് ചെയ്ത് ബൈൻഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ കോമ്പറ്റേറ്റീവ് അൻറ്റഗോണിസ്റ്റ് ഉണ്ട്. സോ സെയിം സൈറ്റിൽ ബൈൻഡ് സൈഡിന് സെയിം സൈറ്റ്, ബോത്ത് അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റിലും സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. സോ ആർക്കാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അവർ പോയിട്ട് ആദ്യം പോയി അങ്ങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതാണ് കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന ബേസിക് കാര്യമാണ്. സോ നോൺ കോമ്പറ്റേറ്റീവ് ആണ്. ഇവിടെയും പറഞ്ഞതുപോലെ ഈ ദിസ് പ്രോപ്പർട്ടീസ് നോൺ എസ് സർമൗണ്ടബിൾ എഫക്റ്റ്. സോ സർമൗണ്ടബിൾ എഫക്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. നോൺ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ആക്ട് ഓൺ ഡിഫറെൻറ്റ് സൈറ്റ്. ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിരിക്കും ഡിഫറെൻറ്റ് സൈറ്റിലായിരിക്കും പോയി ചെന്നിരിക്കുക കേട്ടോ. വെൻ ദ ആൻറ്റഗോണിസ്റ്റ് വിൽ ബൈൻഡ് ടു അലോസ്റ്ററിക് സൈറ്റ്, ഇറ്റ് വിൽ മോഡിഫൈ ദ ടാർഗറ്റ് ബിക്കോസ് ഓഫ് എ ഡിഫറെൻറ്റ് സ്ട്രക്ചർ. സോ ഇറ്റ്സ് എ നോൺ സർമൗണ്ടബിൾ. സോ എന്തുകൊണ്ടാണ് നോൺ സർമൗണ്ടബിൾ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ മോഡിഫൈ ദ ടാർഗറ്റ്. അതായത് ഇതെന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ടാർഗറ്റിനെ പോയിട്ട് മോഡിഫൈ ചെയ്യുന്നു ഡ്യൂ ടു ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. സോ ബേസിക്കലി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ ഡിഫറെൻറ്റ് സൈറ്റിൽ പോയി ഇരിക്കുന്നു. അവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. മറ്റിടത്ത് പോലെ ഒരു സെയിം സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യില്ല, വന്ന് അവിടെ അടി ഉണ്ടാക്കത്തില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നോക്കിയിട്ട് ആര് വന്ന് ബൈൻഡ് ചെയ്യണം എന്നുള്ള ഒരു പരിപാടി ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കോമ്പറ്റീറ്റീവിൽ എന്തിനാണ് പറഞ്ഞത്, കോമ്പറ്റീറ്റീവിൽ നമ്മൾ എന്ത് പറഞ്ഞു, അവിടെ വന്ന് അടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ. സോ അടി ഉണ്ടാക്കുന്ന പോലുള്ള ഇവിടത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ബൈൻഡ് സൈഡ് ദ സെയിം ഫോർ ബോത്ത് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. അഗോണിസ്റ്റ് ഉണ്ട് ആൻറ്റഗോണിസ്റ്റ് ഉള്ള ഭാഗത്ത് വന്നിട്ട് ഭയങ്കര അടി ഉണ്ടാക്കുവാണ് ചെയ്യുക. ഇവിടെ മറ്റൊരു അടിയൊന്നും ഉണ്ടാക്കത്തില്ല. ജസ്റ്റ് ഡിഫറെൻറ്റ് സൈറ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് മോളിക്യൂൾ വന്നങ്ങ് അറ്റാച്ച് ചെയ്തങ്ങ് പോവുമായിരിക്കും ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് വൺ സൈനർജിസം ആണ്. സോ സൈനർജിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡ്രഗ് കൊടുത്തു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ അബ്സോർപ്ഷനെയോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെയോ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ സൈനർജിസം എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഇൻവോൾവ് ദ ആക്ഷൻ ഓഫ് ടു ഡ്രഗ് ഓൺ ദ സെയിം ഓർ ഡിഫറെൻറ്റ് റിസപ്റ്റർ സൈറ്റ്. ഒന്നെങ്കിൽ സെയിം റിസപ്റ്റർ സൈറ്റോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസപ്റ്റർ സൈറ്റ് ഉണ്ടായിരിക്കും. കൻ ഓൾസോ ലീഡ് ടു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. സോ അവിടെ ആക്ഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, അത് അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. ലിഥിയം കമ്പൈൻ വിത്ത് ഹാലോപിരിഡോൾ ഓർ ആൽഫ മീഥൈൽ ഡോപ്പ ലീഡ് ടു സീരിയസ് extrapyramidal syndrome and irreversible ഡിമെൻഷ്യ. സോ നമ്മൾ എക്സാമ്പിൾ പറയുവാണ്, ലിഥിയം ഹാലോപിരിഡോളോ അല്ലെങ്കിൽ ആൽഫ മീഥൈൽ ഡോപ്പ കൊടുക്കുവാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രമോ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ഡിമെൻഷ്യോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഡ്രഗ് എഫക്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് സൈനർജിസം, രണ്ടെണ്ണം കേട്ടോ. ഒന്ന് അഡിക്റ്റീവ് ഉണ്ട്, ആൻഡ് അഡിക്റ്റീവിൻ്റെ കോമ്പിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അഡിക്റ്റീവ് ആദ്യം പറയാം. സോ ദ എഫക്റ്റ് ഓഫ് ടു ഡ്രഗ് ഇൻ ദ സെയിം ഡിറക്ഷൻ ആൻഡ് സിംപ്ലി ആഡ്സ് അപ്പ്. ഒരേ ഡിറക്ഷൻ ആയിരിക്കും, രണ്ടും ഒരുമിച്ച് വന്നാൽ നമുക്ക് നല്ലതായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, അഡിക്റ്റീവ് എന്ന് പറയുക. എക്സാമ്പിൾ ഉണ്ട്, ആസ്പിൻ, പാരസ്റ്റമോൾ, നൈട്രസ് ഓക്സൈഡ്, ഹാലോത്തൈൻ, അമലോഡിപ്പിൻ, അഥനോൾ. അങ്ങനെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻ എന്തായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ അഡിക്റ്റീവ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യേഷൻ. സോ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് അതിനേക്കാൾ കൂടുതലായി കിട്ടുക എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആ കിട്ടുന്ന ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് നമുക്ക് നല്ലതായിരിക്കാം, ഇല്ലെങ്കിൽ ചീത്തയായിരിക്കാം. ഈ രണ്ട് കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണം. അതിന് കുറച്ച് എക്സാമ്പിൾ, അസിറ്റിൽകൊളൈൻ, ഫൈസോസ്റ്റിഗ്മിൻ, ലീവോഡോപ്പ, കാർബിഡോപ്പ, അഡ്രനലിൻ, കൊക്കെയിൻ, ഡെസിപ്രാമിൻ, സൾഫോമെത്സോൾ ആൻഡ് ട്രൈമെത്തോപ്രിൻ ആൻഡ് എൻലാപ്രിൻ, ഹൈഡ്രോക്ലോറോതൈസൈൻ. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. സോ നമുക്ക് ആഡ് അപ്പോൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ എക്സാമ്പിൾസ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. സോ ഇൻഡയറക്റ്റ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ നമുക്കൊരു അൺറിലേറ്റഡ് എഫക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ occurs when both the object and participating drug have
അൺറിലേറ്റഡ് എഫക്റ്റ്, രണ്ടിനും അൺറിലേറ്റഡ് എഫക്റ്റ് കാരണമായിരിക്കും നോർമലി ഇൻഡയറക്റ്റ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ദ ആക്ടിവിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഡ്രഗ് ആസ് ഇറ്റ് സൈറ്റ് ഓഫ് ആക്ഷൻ ഇസ് ഓൾട്ടേർഡ് ബൈ ദ precipitant drug even though the two drug may have different mechanism of action. ഒന്നുകിൽ ഡ്രഗിൻ്റെ ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് എന്ത് ചെയ്യുന്നു ഇൻഡയറക്ട്ലി മറ്റൊരു ഡ്രഗിനെ മാറ്റം വരുത്തുകയാണെങ്കിലാണ് നോർമലി ഇൻഡയറക്റ്റ് ഫാർമക്കോളജിക്കൽ വരിക. എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ മേജർ ഡ്രഗ് ഇൻട്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. AC ഇൻഹിബിറ്റേഴ്സും പൊട്ടാസ്പിയറിൻ ഡയറോട്ടിക്സ് ആണെങ്കിൽ ഹൈപ്പർ കലീമിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ, ഒരു ഡ്രഗ് കൊടുക്കുന്നു, ഇൻഡയറക്ട്ലി എന്തെങ്കിലും ഇൻട്രാക്ഷൻ കാരണം ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് പോലെ തന്നെയാണ്. സോ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മേജറായിട്ട് ഇൻട്രാക്ഷൻസുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡ്രഗ്സുകൾ നോക്കി വെക്കുക, അത് നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. സോ ഇപ്പോൾ സൈനർജിസം, സൂപ്പറാഡിഷൻ അതൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, ഭയങ്കര കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് കൂടുതലും ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ്. അപ്പം നെക്സ്റ്റ് വേണം. ബൈ.